വാടാനപ്പള്ളിയിലുണ്ടായത് നാടകീയ രംഗങ്ങൾ. അഭിജിത്ത് തൽച്ചിറ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജനാധിപത്യം മട്ടിമറിക്കാൻ ഈ മണ്ണ് വിട്ടുതരില്ല, ഈ മണ്ണ് വിട്ടുതരില്ല, ഈ മണ്ണ് വിട്ടുതരില്ല, ഈ മണ്ണ് വിട്ടുതരില്ല. ഏറെ നാടകീയവും സംഘർഷഭരിതമായ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സാക്ഷ്യം വഹിച്ച കെട്ടിടത്തിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ചാമ്പ്യൻ എന്റർപ്രൈസസ് എന്നാണ് പേര്. വാടാനപ്പള്ളിയിൽ ഈ ഒരു ഗോഡൌണിലേക്കാണ് ഏറെ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. രാവിലെ ഇവിടെ നിന്നും ഈ ഗോഡൌണിൽ നിന്നും ഏകദേശം വലിയ രീതിയിൽ വില വരുന്ന കിറ്റുകൾ BJPയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്കായി വിതരണം ചെയ്യാൻ തയ്യാറാക്കി എന്നുള്ള ഒരു വലിയൊരു ആരോപണമാണ് ഉയരുന്നത്. ഇത് പിന്നീട് LDFും UDFും ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ദേവനെ അടക്കം ഉള്ളവരെ ഈ ഒരു വീടിന് മുന്നിൽ വെച്ച് പിന്നീട് പ്രവർത്തകർ തടയുന്നു. ഇവരെ ദേവനെ പിന്നീട് പുറത്തിറക്കാൻ ശ്രമിക്കുമ്പോഴും UDFിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. പിന്നീട് UDFിൻ്റെ സ്ഥാനാർത്ഥി TN പ്രതാപൻ അടക്കമുള്ളവരും ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഈ ഒരു കിറ്റ് വിതരണത്തിനുള്ള നേതൃത്വം നൽകാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയെന്നുള്ള ആരോപണമടക്കം TN പ്രതാപൻ പിന്നീട് മുന്നോട്ട് വെക്കുന്നു. 15,000 കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കണം. 4,000 കിറ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. BJPയുടെ OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയും മണലൂർ നിയോജകമണ്ഡല BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് പൂർണ്ണമായും ചുക്കാൻ പിടിക്കുന്ന ഒരാൾ ഇതിനുള്ളിലുണ്ട്. അദ്ദേഹം കൂടി നിന്നിട്ടാണ് ഈ കിറ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പേരിൽ കേസെടുക്കണം, അവരെ കൂടി ഇതിന് പ്രതികളാക്കണം. ഇത് വെറും കിറ്റ് കൊടുക്കൽ മാത്രമല്ല, പണം വിതരണം ചെയ്യാൻ വേണ്ടി ചില NGOസിന്റെ ആംബുലൻസിൽ നോട്ടുകെട്ടുകളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ ജാഗ്രത കാണിക്കണം. ഇത് പിന്നീട് ദേവനും അതുപോലെ തന്നെ UDF പ്രവർത്തകരും തമ്മിലുള്ള നേരിട്ടുള്ള വാക്കേറ്റത്തിലേക്കും പിന്നീട് അത് എത്തുകയുണ്ടായി. ഒപ്പം തന്നെ NDAയുടെ പ്രവർത്തകരും ഈ ഒരു സ്ഥലത്ത് പിന്നീട് തമ്പടിക്കുകയുണ്ടായി. ഇതിനുശേഷം LDFിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായ പ്രൊഫസർ C രവീന്ദ്രനാഥും ഈ സ്ഥലത്തെത്തുകയുണ്ടായി. അവരും ഇതേ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം, ഏത് തരത്തിലുള്ള പൂർണ്ണമായിട്ടും ജനകീയമായ പ്രതിഷേധം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പിന്നീട് വലിയ രീതിയിലുള്ള NDA പ്രവർത്തകരും ഈ ഒരു സ്ഥലത്തേക്ക് എത്തുകയുണ്ടായി. വലിയ രീതിയിൽ പിന്നീട് അത് സംഘർഷ അവസ്ഥയിലേക്കും നയിക്കുകയുണ്ടായി. കേന്ദ്രസേനയെ ഇറക്കേണ്ടിയും വന്നു. പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി CCTV അടക്കം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു നിരീക്ഷണം പോലീസ് നടത്തുകയുണ്ടായി. അതിൽ ദേവൻ എത്തുന്നതും എന്നാൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ CCTVയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി ഇരു വിഭാഗങ്ങളോടും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി പോലീസ്. എന്നാൽ ഇരു കൂട്ടരും പിന്നീടും പരസ്പരം മുദ്രാവാക്യങ്ങളും മറ്റുമായി രംഗം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നീക്കുകയാണുണ്ടായത്. TN പ്രതാപൻ്റെ നേതൃത്വത്തിൽ ഈ റോഡിൽ കുത്തിയിരുന്നുള്ള ഉപരോധമടക്കം നടത്തിയുണ്ടായി. പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ TN പ്രതാപനെയും അതുപോലെ പ്രവർത്തകരെയും ഈ ഭാഗത്ത് നിന്നും കസ്റ്റഡി എടുത്ത് നീക്കുകയുണ്ടായി. ഇതോടെയാണ് ഈ ഒരു പ്രദേശത്ത് സംഘർഷത്തിന് വലിയ രീതിയിലുള്ള അയവ് വന്നത്. ദേവൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രചരണത്തിൻ്റെ ഭാഗമായി കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഈ പ്രദേശത്ത് എത്തിയത്. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് UDFും LDFും ഇവിടെ എത്തുന്നതെന്നാണ് ദേവൻ പിന്നീട് പ്രതികരിച്ചത്. ഇന്നലെ തന്നെ ചാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് ഇന്ന് ഓരോ കുടുംബയോഗങ്ങളിലും. അതിനുവേണ്ടി ഞങ്ങൾ വന്നത്. എൻ്റെ ഒരു ലീഡർ ഇങ്ങനെ എടുത്ത് പറഞ്ഞു, ചേട്ടാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി, കാരണം യോഗം എല്ലാം തയ്യാറായിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ വന്ന് ഇരുന്ന ശേഷം ചായയെല്ലാം കാപ്പി കുടിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം പോകാം എന്നാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് ഇവരായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള കിറ്റ് വിഭാഗത്തിലേക്കാണ് ജില്ല ഇപ്പോൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒളരി കേന്ദ്രീകരിച്ചും ഒരു സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ചും BJPയുടെ നേതൃത്വത്തിൽ വോട്ടർമാർക്ക് കിറ്റുകൾ വിതരണം ചെയ്ത് വോട്ട് സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയെന്നുള്ള ആരോപണം ഉയർന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വാടാനപ്പള്ളിയിലും സമാനമായ രീതിയിലുള്ള കിറ്റ് വിഭാഗത്തിലേക്ക് കടന്നത്.
വാടാനപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ സിബി പൂട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ TCV.